പണം കിട്ടിയാൽ സ്വന്തം പിതാവിനെ വരെ മാറ്റിപ്പറയാൻ തയ്യാറുള്ളവരാണ് കേരളത്തിലെ ചില സെലിബ്രിറ്റികളെന്ന് പുറത്തു വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ തോന്നുകയാണ്. അഖിൽ മാരാർ, ലക്ഷ്മി പ്രിയ തുടങ്ങി ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥികളായി മത്സരിച്ച പലർക്കും ആ മത്സരിക്കാൻ വേണ്ടി ഓഫർ ചെയ്തത് കോടികളാണെന്ന് ബോധ്യപ്പെടുകയാണ്. നമ്മുടെ നാട്ടിൽ ഇൻഫ്ലുവൻസർമാർ എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ വന്നിരുന്ന് വലിയ ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ് അഖിൽ മാരാറിനെ പോലുള്ള ചില മാരണങ്ങൾ. ഈ മാരണങ്ങൾ ഇന്നലകളിൽ കോൺഗ്രസ്സുകാരായിരുന്നു. ഇരുട്ടി വെളുക്കുന്നതിന് മുന്നോടിയായിട്ട് NDAയുടെ ഘടകകക്ഷിയായിട്ടുള്ള 2020യുടെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം തൃക്കാക്കരയിൽ മത്സരിക്കാൻ വന്നതിന്റെ ഗുട്ടൻസ് എന്താണെന്ന് ഇപ്പോൾ ഒരു വാർത്തയിലൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് മത്സരിക്കാൻ വേണ്ടി ഓഫർ ചെയ്തത് കോടികളാണ്, പക്ഷേ ഈ പണം കിട്ടിയില്ല. സാബു മുതലാളി ഓഫർ ചെയ്ത കോടികൾ കേട്ടപ്പോ പിന്നെ രാഷ്ട്രീയം മറന്ന് കമിഴ്ന്ന് വീണിട്ടുണ്ടെങ്കിൽ ഇവർ സോഷ്യൽ മീഡിയയിൽ അടിക്കുന്ന വാചക കസർത്തുകൾക്കപ്പുറം വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇവർ എത്രമാത്രം കാപട്യമാണ്, എത്രമാത്രം ഫ്രോഡ് മൈൻഡുകാരാണ് എന്നതിന് തെളിവാണ് ഈ വാർത്ത. തിരുവനന്തപുരം ജില്ല, ഈ ജില്ലകൾ കേന്ദ്രീകരിച്ച് ഉണ്ട്. എറണാകുളം ജില്ലയിലാണെങ്കിൽ സിനിമാ താരങ്ങളെ സ്ഥാനാർത്ഥിയാക്കാൻ, അത് BJPക്ക് മാത്രമല്ല 2020ക്ക് വേണ്ടി പോലും സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി പണം ഓഫർ ചെയ്തു. പക്ഷെ ആ ഓഫർ ചെയ്ത പണം പല താരങ്ങൾക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ആ താരങ്ങൾ തന്നെ ഇപ്പോൾ നേരിട്ട് സംസ്ഥാന അധ്യക്ഷന് പരാതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ താരങ്ങൾക്ക് പക്ഷെ പണം കൊടുക്കാൻ വേണ്ടി ആ ഇടനില നിന്ന ആളുകൾ പണം കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. അത് താരങ്ങൾക്ക് കിട്ടിയിട്ടില്ല. വലിയ തുകയാണ് താരങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ തുക കൈപ്പറ്റേണ്ടവർ കൈപ്പറ്റി, പക്ഷെ താരങ്ങൾക്ക് അത്രയും തുക കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച സ്ഥാനാർത്ഥിക്ക് കൊടി വാങ്ങി അതിന് സ്റ്റിക്കർ ഒട്ടിക്കാൻ മുതൽ എല്ലാ തരത്തിലുമുള്ള ഫണ്ട് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. വോട്ട് പിടിക്കാൻ, അതായത് ആ മണ്ഡലത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള വോട്ടുകൾ പിടിച്ചെടുക്കാൻ, വോട്ട് നേടിയെടുക്കാൻ വേണ്ടി പർച്ചേസിംഗ് വോട്ട് എന്നാണ് പറയുന്നത്. ആ വോട്ട് പർച്ചേസിന് വേണ്ടി പോലും പണം എഴുതി വാങ്ങിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ 5 പേരാണ് NDA സ്ഥാനാർത്ഥികളായിട്ട് പൊടുന്നനെ നിശ്ചയിക്കപ്പെട്ടത്. അതായത് നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ, ബിഗ് ബോസ് താരങ്ങൾ, സിനിമാ താരങ്ങൾ എന്ന നിലയ്ക്ക് പൊടുന്നനെ കുറെ താരങ്ങൾ മത്സരിക്കാൻ വേണ്ടി വരിയായി വരുന്നത് നമ്മൾ കണ്ടു. അതിൽ അഖിൽ മാരാർ തൃക്കാക്കര മണ്ഡലത്തിൽ, അഞ്ജലി നായർ തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ, ലക്ഷ്മി പ്രിയ പെരുമ്പാവൂർ മണ്ഡലത്തിൽ, വീണ നായർ ഏറ്റുമാനൂർ മണ്ഡലത്തിലും, പ്രോമി കുര്യാക്കോസ് അങ്കമാലി മണ്ഡലത്തിലുമാണ് പൊടുന്നനെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവർ BJPക്ക് വേണ്ടി മത്സരിക്കാൻ ഇറങ്ങിയത്. മുൻപ് കോൺഗ്രസ്സുകാരനായിട്ട് സോഷ്യൽ മീഡിയയിൽ VD സതീശന്റെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നു, അവിടെ പോകുന്നു, വീഡിയോ എടുക്കുന്നു, താനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് അടിക്കടി പരസ്യമായി പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് പണം കണ്ടപ്പോൾ അതിന്റെ മേലെ മറിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ ഇവനൊക്കെ വാചക കസർത്ത് അല്ലെങ്കിൽ നാക്കുകൊണ്ട് പറയുന്ന കാര്യത്തിൽ എത്രമാത്രം വിശ്വാസ്യതയുണ്ടെന്ന് നാട്ടുകാർ കേൾക്കുക. എന്തായാലും നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ഈ പൊട്ടനെ ചട്ടം ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കൂ എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു നാട്ടുവർത്തമാനമുണ്ട്. ആ നാട്ടുവർത്താനം പോലെ ഇപ്പൊ മത്സരിച്ച ഈ സെലിബ്രിറ്റി പൊട്ടന്മാരെ BJP നേതാക്കന്മാർ തന്നെ ചതിച്ചിരിക്കുകയാണ്. പണം കൊടുക്കാമെന്ന് ഓഫർ ചെയ്ത പൈസ കിട്ടിയിട്ടില്ല. ഇപ്പോ BJP ആഫീസുകളിൽ ഈ പറയുന്ന താരങ്ങൾ കയറി ഇറങ്ങുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന സൂചന. ചക്ക അടയാളത്തിലൊക്കെ മത്സരിക്കാൻ വേണ്ടി കിട്ടിക്കൊണ്ടിരുന്നത് ചില്ലറ കോടിയല്ല, കോടികൾ ഓഫർ ചെയ്തു കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറാകുന്നത് പോലെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയക്കാരന്റെ വേഷം കെട്ടാൻ പോലും ഇവർക്ക് മടിയില്ല. അതിന് ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിക്കാൻ ഇവർ മികച്ചവരാണെന്ന് കൃത്യമായി തെളിയുകയാണ്. എന്തായാലും കേരളത്തിലെ BJPക്കാർ അല്ലെങ്കിൽ NDAക്കാർ എന്ന വിവരമില്ലാത്തവരൊഴികെയുള്ള പ്രബുദ്ധരായിട്ടുള്ള കേരളീയ ജനതകൾ ഇവരെ തോറ്റ് തൊപ്പിയിടിച്ച് വീട്ടിലിരുത്തിയ ആ നീക്കത്തെയാണ് അഭിനന്ദിക്കേണ്ടത്. ഇവർ സ്വയം കരുതുകയാണ് ഞാൻ കേരളത്തിലെ എന്തോ വലിയ ചക്കയാണ് എന്നുള്ള കാര്യം. നിങ്ങൾ ഒരു ചക്കയും ചുക്കുമല്ല എന്ന് തെളിയിച്ചു കൊടുത്ത ആ ജനതയെയാണ് അഭിനന്ദിക്കേണ്ടത്. ഒപ്പം തന്നെ കോടികൾ വാങ്ങിക്കൊണ്ട് എന്ത് രാഷ്ട്രീയം, ഞങ്ങളുടെ ജീവിതം സേഫ് ആക്കാമെന്ന് വിചാരിച്ചവരെ ഇപ്പോ ഇടനിലക്കാരായിട്ടുള്ളവർ പണം അടിച്ചുകൊണ്ടുപോയി പറ്റിക്കുമ്പോൾ ഇതിനെ സംബന്ധിച്ച് നേതൃത്വത്തിനോടൊരു പരാതി പറയാനല്ലാതെ നിയമ സംവിധാനവുമായി ബന്ധപ്പെടാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സെലിബ്രിറ്റി താരങ്ങൾ ലോക്കായി പോയിരിക്കുകയാണ്. അതായത് പണത്തിനു വേണ്ടി ചെയ്ത വേഷം കെട്ടലുകൾ ഇപ്പോ അവർക്ക് തന്നെ പണിയായി മാറി. കാര്യം BJPക്കാരായി ബ്രാൻഡഡ് ആക്കിയാലും 2 കോടി കയ്യിലിരിക്കുമല്ലോ അല്ലെങ്കിൽ 5 കോടി കയ്യിലിരിക്കുമല്ലോ എന്ന് കണ്ടവർ ആ പണം കിട്ടാതെ ഇപ്പോ തേരാപ്പാര നേതാക്കന്മാരുടെ പിന്നാലെ പണത്തിനു വേണ്ടി തെണ്ടി നടക്കുന്ന അവസ്ഥയാണെന്നാണ് പുറത്തു വരുന്ന വിവരം.